Hi friends, welcome to Entry Teaching Exams YouTube channel. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കണോമിക്സ് ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം എക്സാം ജൂണിലാണ് അടുത്തു. അതുപോലെ വലിയൊരു സിലബസ് ആണ് നമുക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ എക്കണോമിക്സ് മുതലായ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്കിന്ന് പബ്ലിക് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ടോപ്പിക് നോക്കാം. പബ്ലിക് ഗുഡ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ പബ്ലിക് ഗുഡ്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ മാർക്കറ്റ് കൺട്രോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഫെയിലിയർ, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പോയിന്റുകൾ കൂടി നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ എൻട്രിയുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയാം. കോഴ്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കി പോകാം. ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് ഫുള്ളായിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്ത് തരുന്ന ഒന്നാണ്. കാരണം പുതിയതായിട്ട് സിലബസ് PSC തന്നതാണ്. ഒത്തിരി കണ്ടൻറ്റ് അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഏതായാലും യാതൊരുവിധ ഭയവും ഇല്ലാതെ തന്നെ മുഴുവൻ സിലബസും നമുക്കിവിടെ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. നമ്മളത് കോഴ്സ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്. കൂടാതെ 60 ഡേ കോഴ്സാണിത്. അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, അതിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാ ആഴ്ചയിലും വീക്കെൻഡിൽ നമുക്ക് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഉണ്ട്. സബ്ജക്റ്റ് വൈസ് മോക്ക് എക്സാംസ്, ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിൽ പല പേപ്പറുകളാണ് അല്ലേ, അതേപോലെ തന്നെ എക്കണോമെട്രിക്സ് ആണെങ്കിൽ അതുകൊണ്ട് കുറച്ചധികം. അപ്പം വ്യത്യസ്ത കാര്യങ്ങളാണ് അതിനകത്ത് എല്ലാം വരുന്നത്. ഇപ്പം എല്ലാവരും എല്ലാ മേഖലയിലും എക്സ്പേർട്ട് ആകണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഒരു ടോട്ടൽ മോഡൽ എക്സാം അല്ലാതെ നമ്മൾ സബ്ജക്റ്റ് വൈസ് കുറച്ച് മോക്ക് എക്സാംസ് നോക്കും. ദെൻ മോഡൽ എക്സാംസ്, അതുപോലെ തന്നെ ലൈവ് എക്സാംസ്. അപ്പോൾ 20 ദിവസത്തെ ഒരു റിവിഷൻ ചലഞ്ച് കൂടി നിങ്ങൾക്കായിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സിലബസ് കവേർഡായിട്ട് ക്ലാസ്സും വേണം. അതേപോലെ തന്നെ അവർ പഠിച്ചു ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എക്സാംസ് വേണം അല്ലേ. അതേപോലെ അവർക്ക് ലൈവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുകയും വേണം. അപ്പോൾ ഇതെല്ലാം കൂടി തികഞ്ഞ ഒരു പെർഫെക്റ്റ് കോഴ്സാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കാര്യം സമയം കുറവാണ്, എക്സാമിന് ജൂൺ വരെയുള്ളൂ. പക്ഷെ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഈ എക്സാമിലൂടെ ജോലിയിലേക്ക് എത്താനായിട്ട് തന്നെ പറ്റും. അപ്പം നമ്മളുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, എക്കണോമിക്സിൻ്റെ ചെറിയൊരു ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ ഇത് നോട്ട് കയ്യിലില്ലാത്തവരാണെങ്കിൽ ഇത് നോക്കി നോട്ടൊക്കെ എഴുതിയെടുക്കുക, അങ്ങനെ നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. പബ്ലിക് ഗുഡ്സ് എന്നുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ പബ്ലിക് അല്ലേ, കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ പബ്ലിക് എന്നുള്ള വാക്കുകൊണ്ട് പലപ്പോഴും നമ്മൾ ജനങ്ങൾ, ഗവൺമെൻറ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരാറുള്ളത്. അപ്പോൾ ഏതായാലും എക്കണോമിക്സിൽ പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഫീച്ചറാണ് കേട്ടോ. ദാറ്റ് ഈസ് ബോത്ത് നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ റൈവൽറസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഉപയോഗത്തിലൂടെ, ഇപ്പോൾ നമ്മൾ കടയിൽ പോയി കാശ് കൊടുത്തൊരു സാധനം വാങ്ങിച്ചു. അപ്പോൾ ആ കാശ് കൊടുത്തൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരാൾക്ക് വാങ്ങാനുള്ള സാധനത്തിൻ്റെ അളവ് അവിടെ കുറഞ്ഞു അല്ലേ. അതുപോലെ എന്ത് സംഭവിച്ചു, വില കൊടുത്തിട്ടാണ് നമ്മൾ ആ സാധനം വാങ്ങിച്ചത്. ആ വില കൊടുക്കാൻ ശക്തിയുള്ള ആൾക്ക് മാത്രമാണത് വാങ്ങാനായിട്ട് പറ്റുകയുമുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം അതല്ല. ഇത് നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ റൈവൽറസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോൺ എക്സ്ക്ലൂഡബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഒരു സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു തെരുവിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിരിക്കുന്നു. അതിൽ നടന്നു പോകുന്ന ആൾക്കാർക്കും ആ ഭാഗത്തുള്ള വീട്ടുകാർക്കും എല്ലാം തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നിന്ന് ഒരു വീട്ടുകാരെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ അതിലേ പോകണ്ട അല്ലെങ്കിൽ ആ വെളിച്ചം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തടയാനോ ഒന്നും പറ്റില്ല അല്ലേ. അതേപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ചു എന്ന് വെച്ച് ഈ പറയുന്ന വെളിച്ചത്തിൻ്റെ അളവ് മറ്റൊരാൾക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവർക്കും അത് ലഭ്യമാണ്. അപ്പോൾ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, നോൺ റൈവൽറസ് ആണ്. ഇങ്ങനെ ഫീച്ചേഴ്സ് ഉള്ള സാധനങ്ങളാണെങ്കിൽ, ഗുഡ്സ് ആണെങ്കിൽ അതെന്താണ്, പബ്ലിക് ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ പബ്ലിക് ഗുഡ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താ, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, നോൺ റൈവൽറസ് ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ യൂസ്ഡ് ബൈ വൺ പേഴ്സൺ നെയ്തർ പ്രിവെൻറ്റ്സ് ആക്സസ് ബൈ അതർ പീപ്പിൾ നോർ ഡസ് ഇറ്റ് റെഡ്യൂസസ് അവൈലബിലിറ്റി ടു അതേഴ്സ്. ഒരാൾ ഉപയോഗിച്ചു എന്ന് വെച്ച് മറ്റൊരാൾക്കത് കിട്ടാതെ ആകുന്നുമില്ല, അതേപോലെ തന്നെ മറ്റൊരാൾക്ക് അതിൻ്റെ അവൈലബിലിറ്റി കുറയുന്നുമില്ല. അപ്പം ഇതാണ് പബ്ലിക് ഗുഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. ഒരാൾക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്ക് ഒരേ കാര്യം തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
അങ്ങനത്തെ എന്തെല്ലാം സാധനങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക? അപ്പോൾ എപ്പോഴും പബ്ലിക് ഗുഡ്സ് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നാഷണൽ ഡിഫൻസ് പ്രത്യേകം ഓർത്ത് വെച്ചോളണം. അപ്പോൾ നാഷണൽ ഡിഫൻസ് എപ്പോഴും കേന്ദ്ര സർക്കാർ വഴിയാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രൈവറ്റ് വ്യക്തിയെ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഗവൺമെൻറ് പൊതുജനങ്ങൾക്കായിട്ട് ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ നാഷണൽ ഡിഫൻസ് എന്നുള്ള സെക്യൂരിറ്റി ലഭിക്കുന്നുണ്ട് അല്ലേ. ആർക്കും അത് കുറയുന്നുമില്ല എന്നും വെച്ച് ആരും അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പേയ്മെൻറ്റ് നടത്തുന്നുമില്ല. ശരിയല്ലേ? അതുപോലെ പാർക്കുകൾ, അപ്പോൾ നമ്മളുടെ ചുറ്റോട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള എത്രയോ പാർക്കുകളുണ്ട്. അപ്പോൾ അതിൽ ഗവൺമെൻറ് പാർക്കുകളാണെങ്കിൽ അവിടെ എൻട്രി ഫീ ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ അപ്പോൾ ചില കാര്യങ്ങളിൽ കോമൺ ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് വരും. ഇപ്പോൾ ഓഷ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ്സ് ആണെങ്കിൽ ഇതിങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആണ്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം വരും. എങ്ങനെയാ? ഇപ്പോൾ ഗ്രാസ് ലാൻഡ് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല, എല്ലാവർക്കും അവിടെ കയറാം, ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു പുൽമേടാണെങ്കിൽ അവിടെ വരുന്ന പ്രോബ്ലം എന്താണ്? കുറേ ആളുകൾ പശുവിനെ അല്ലെങ്കിൽ കന്നുകാലികളെ അവിടെ മേയാനായിട്ട് വിടുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യാതൊരുവിധ ശ്രദ്ധയും ഇല്ലാതെ ഈ ഗ്രാസ് ലാൻഡ് ടോട്ടലി നശിപ്പിക്കപ്പെടാൻ ചാൻസസ് ഉണ്ട് അല്ലേ. അത് ആ കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്ന വിഭാഗത്തിന് വരുന്ന ദോഷമാണ്. ഓക്കെ, അപ്പോൾ കോമൺ പ്രോപ്പർട്ടികൾക്ക് വരുന്ന പ്രോബ്ലംസും നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പഠിക്കാറുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, നോൺ റൈവൽറസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നോൺ റൈവൽറസ് അല്ലെങ്കിൽ നോൺ എക്സ്ക്ലൂഡബിൾ, ഒരാളെയും ഒഴിവാക്കുന്നില്ല. അതുപോലെ ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കിട്ടുന്ന അളവ് കുറയുന്നുമില്ല. അതാണ് പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ. ഞാൻ പിന്നെ ആ കൂട്ടത്തിൽ ഒരു കോമൺ ഗുഡിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഒന്ന് എടുത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഗ്രാസ് ലാൻഡ്സിൻ്റെ എക്സാമ്പിൾ അതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കത്തില്ലേ, എല്ലാവർക്കും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഗ്രാസ് ലാൻഡ്സ് പോലത്തെ ഒരു കോമൺ ഗുഡ് ആകുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? കുറേ പേരുടെ ഒരു ശ്രദ്ധയില്ലാത്ത ഉപയോഗം കാരണം കൊണ്ട് അത് മറ്റുള്ളവർക്കും കൂടി ലഭ്യമല്ലാത്ത രീതിയിലേക്ക് മാറും. അതുപോലെ തന്നെ ഓഷ്യൻ, അങ്ങനെ വരുമ്പോൾ പൊല്യൂഷൻ ചിന്തിക്കുക. അപ്പോൾ ഓഷ്യനിൽ സംഭവിക്കുന്ന പൊല്യൂഷൻ കാരണം ലിറ്ററിങ് ഓഫ് പ്ലാസ്റ്റിക്കൊക്കെ അവിടെ പൊല്യൂഷന് കാരണമാകാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എണ്ണ, കപ്പലുകളിൽ നിന്ന് ഒക്കെയുള്ള എണ്ണ തൂവുന്നത് കൊണ്ട് അപ്പോൾ അതൊക്കെ പൊല്യൂട്ടഡായിട്ട് ഒരു കോമൺ ഓഷ്യൻ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി മാറിത്തീരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഫ്രഷ് ആയിട്ട് ലഭിക്കേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഇല്ലാതാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുക? കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡസ് നോട്ട് ഇൻക്രീസ് വിത്ത് ദ റൈസ് ഇൻ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. പബ്ലിക് ഗുഡ്സ് ആകുമ്പോൾ അടുത്ത ഫീച്ചർ എന്താണ്? അതിൻ്റെ ടോട്ടൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കൂടുതൽ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്തോളൂ. ഒരു സ്ട്രീറ്റിൽ കൂടി ഒരുപാട് പേര് നടന്നു പോകുന്നു, അല്ലെങ്കിൽ ദിവസം ഒരു 100 പേര് പോയിരുന്ന ആ ഒരു പാതയിലൂടെ 500-300 പേര് കടന്നു പോകുന്നു. എന്നിരുന്നാൽ പോലും അവിടെ ആ ടോട്ടൽ കോസ്റ്റ് എന്ത് സംഭവിക്കുന്നില്ല? വർധനവ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് പബ്ലിക് ഗുഡിൻ്റെ ഒരു ഫീച്ചറാണ്. കോമൺ എക്സാമ്പിൾസ് ഓഫ് പബ്ലിക് ഗുഡ്സ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ: പബ്ലിക് ഹെൽത്ത്, നാഷണൽ ഡിഫൻസ്, എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി, നാഷണൽ ഹൈവേകൾ, സ്കൂളുകൾ, പാർക്കുകൾ. സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് സ്കൂൾസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്കൂള്, പാർക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ കോമൺ എക്സാമ്പിൾസ് ഫോർ പബ്ലിക് ഗുഡ്സ് ആണ്. ഇത് നോക്കി വയ്ക്കുക, എഴുതിയെടുത്ത് പഠിക്കുക. പബ്ലിക് ഗുഡ്സിൻ്റെ എക്സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക. among the following identify example for public good ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് തരാം, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ചോദിക്കാം. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കാം. ഓരോ ഏതിൻ്റെ കേസ് ഇവിടെ എടുത്തു കഴിഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല? കോസ്റ്റിൽ വ്യത്യാസം വരില്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ ഒരു ചേഞ്ചസോ അങ്ങനെ ഒരാൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് കൂടുതൽ ചിലവ് വരികയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അതുപോലെ ഓരോ കേസിലും മാർക്കറ്റ് ഫെയിൽ ടു എഫിഷ്യൻ്റ്ലി അലോക്കേറ്റ് ദ പ്രൊഡക്ഷൻ, കൺസംഷൻ എക്സെട്ര ഓഫ് ദ പബ്ലിക് ഗുഡ്. അവിടെ വരുന്നൊരു വിഷയം ശ്രദ്ധിച്ചോ, ഫെയിൽസ്, അതായത് മാർക്കറ്റ് ഫെയിലിയർ എന്നുള്ളൊരു കൺസെപ്റ്റ് പബ്ലിക് ഗുഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എന്താ പറയുന്നത്, നമ്മൾ ഒരു പ്രൈവറ്റ് ഗുഡ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ വില കൊടുത്തു, സാധനങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അവിടെ അപ്സ് ആൻഡ് ഡൗൺസ് പ്രൈസിൽ വരാറുണ്ട്. ചിലർക്ക് അത് കിട്ടാം, അന്വേഷിച്ച് ചെല്ലുമ്പോൾ, വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ. ചിലർക്കത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കിട്ടാതിരിക്കാം അല്ലേ. അത്തരം ഒരു ഫീച്ചേഴ്സൊക്കെയാണ് മിക്കവാറും നമുക്കറിയാവുന്ന ഗുഡ്സിനൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പബ്ലിക് ഗുഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ലാഭം എന്ന് പറയുന്ന കാര്യത്തിൽ അത്ര കണ്ടങ്ങട് ഒരു പ്രൈവറ്റ് പാർട്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് അത് കിട്ടില്ല.
അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ എഫിഷ്യൻ്റ് അലോക്കേഷനിൽ ഒരു പബ്ലിക് ഗുഡ് എഫിഷ്യൻറ്റ് ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എല്ലാവർക്കുമായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പലപ്പോഴും പ്രൈവറ്റ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി തയ്യാറാകണം എന്നില്ല. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഫെയിലിയറിൻ്റെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കറിയാം, പബ്ലിക് ഗുഡ്സ് എപ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? സർക്കാരാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഫീച്ചർ കൊണ്ടാണ്. അപ്പോൾ ഇൻ ഈച്ച് കേസ് ഓരോ പബ്ലിക് ഗുഡ് ഏത് എക്സാമ്പിൾ എടുത്താലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഒരു മാർക്കറ്റ് ഫെയിലിയർ സംഭവിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഒരു ഫെയിലിയർ ഇൻ എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ദ പബ്ലിക് ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഫീച്ചേഴ്സ് ഓഫ് ദ പബ്ലിക് ഗുഡ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പബ്ലിക് ഗുഡ്സിൻ്റെ പ്രോബ്ലംസ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ എന്തുണ്ട്? ഒരു ഫ്രീ റൈഡർ പ്രോബ്ലം വരുന്നുണ്ട്. എന്താണ് ഫ്രീ റൈഡർ? അപ്പോൾ ഇൻ വിച്ച് പീപ്പിൾ നോട്ട് പേയിങ് ദ ഗുഡ് may continue to access it. That is, the good may be underproduced, overused or degraded. അമിതമായിട്ട് അത് ഉപയോഗിക്കപ്പെടാം, അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാം, അതുമല്ലെങ്കിൽ അത് അണ്ടർപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമായ അളവിലും താഴെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഉൽപ്പാദനം വരുന്നത്. അപ്പോൾ ഫ്രീ റൈഡർ പ്രോബ്ലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കാശ് കൊടുക്കാതെ എന്താണ് കൂടുതലായിട്ട് ഒരാൾ ഒരു കാര്യം കിട്ടുമ്പോൾ അത് കൂടുതലായിട്ട് വിനിയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഓവർ യൂസ് ആണ് അവിടെ സംഭവിക്കുക പലപ്പോഴും. അതാണ് ഫ്രീ റൈഡർ പ്രോബ്ലം. റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് റെസ്ട്രിക്ഷൻ ഇല്ല, എക്സ്പെൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഫ്രീ റൈഡർ പ്രോബ്ലത്തിൻ്റെ ചാൻസ് ആണ് എപ്പോഴും എന്തിനുള്ളത്? പബ്ലിക് ഗുഡ്സിൻ്റെ പ്രൊവിഷനിൽ ഉള്ളത്. ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എപ്പോഴും ആ കളക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പ്രൈമറി ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മാർക്കറ്റ് ഫെയിലിയറിന് ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഗെയിൻ സീക്കിംഗ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എക്കണോമിക്കലി എഫിഷ്യൻറ്റ് റിസൾട്ട്സ്. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഫെയിലിയറിന് ചാൻസ് ഉണ്ട്. എക്കണോമിക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. കാരണം വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന ഒരു കറക്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കണം എന്നില്ല പബ്ലിക് ഗുഡ്സിനെ സംബന്ധിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആവുക. അതൊരു മാർക്കറ്റ് എക്കോണമിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ കുറച്ചധികം പോയിന്റ്സ് ആണ് നമ്മൾ പബ്ലിക് ഗുഡ്സിനെ പറ്റി നോക്കിയത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായും? ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് വിച്ച് ആർ നോട്ട് എന്യൂമറേറ്റഡ്, അങ്ങനത്തെ ഒരു കാര്യം അവിടെ സംഭവിക്കാം. പബ്ലിക് ഗുഡ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. അത് ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകാത്ത ഒന്നായിരിക്കും ഇത്. Private organizations do not report the benefits of a public good which they have produced. Their incentives to produce it voluntarily might be insufficient എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ എന്ത് മനസ്സിലായി? അവിടെ ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്, അത് ചിലപ്പോൾ എന്യൂമറേറ്റഡ് ആയിരിക്കത്തില്ല. ഏതായാലും ഒരു പ്രൈവറ്റ് പാർട്ടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ അവർക്ക് എന്ത് സംഭവിക്കുക? അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ് കുറഞ്ഞേ വരുള്ളൂ. അത്രയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കണ്ടന്റ്. അപ്പോൾ കൺസ്യൂമേഴ്സ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കാര്യമായിട്ട് നടത്താതെ തന്നെ വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിങ് മച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് എന്ത് വിളിക്കുക? ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഫ്രീ റൈഡർ പ്രോബ്ലം ഉള്ളത് കൊണ്ടും അവിടെ ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്, ശരിയാണ്. പക്ഷേ അതെല്ലാം തന്നെ പ്രൈവറ്റ് പ്രൊഡ്യൂസറാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതത്ര ഫീസിബിളായിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് എഫിഷ്യൻറ്റ് ഔട്ട്കം ഓഫ് പബ്ലിക് ഗുഡ് അവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധ്യതയും ഇല്ല. If too many consumers decide to free ride, private costs exceed private benefits and the incentive to provide the good or service through the market disappears. So, market fails to provide a needed good. അപ്പോൾ ഒരു പ്രൈവറ്റ് എക്കണമിയിലൂടെ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുകയാണെങ്കിൽ ഈ ഫ്രീ റൈഡർ പ്രോബ്ലം കാരണം ആൾക്കാർ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ചെലവ്, പ്രൈവറ്റ് കോസ്റ്റ് അവിടെ എന്ത് സംഭവിക്കുക? ഭയങ്കരമായിട്ട് കൂടാം. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്കത് ഫീസിബിൾ അല്ലാതാവുകയും അവർ ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിർത്തുകയും ചെയ്യാം. അപ്പോൾ ഒരു അത്യാവശ്യമായിട്ടുള്ള സാധനമാണെങ്കിൽ അതെന്ത് സംഭവിക്കാം? അത് എക്കണോമിയിൽ അവൈലബിൾ അല്ലാതെ, മാർക്കറ്റിൽ അവൈലബിൾ അല്ലാതെ മാറാനായിട്ട് ചാൻസസ് ഉണ്ട്. നമുക്ക് മാർക്കറ്റ് ഫെയിലിയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഫെയിലിയറിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ മാർക്കറ്റ് ഫെയിലിയർ സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന് പബ്ലിക് ഗുഡ്സ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. പബ്ലിക് ഗുഡ് പ്രൊഡക്ഷനിൽ എപ്പോഴും പ്രൈവറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത്ര കറക്റ്റായിട്ട് നടക്കില്ല. കാരണം അവിടെ എപ്പോഴും ഒരു ഫ്രീ റൈഡർ പ്രോബ്ലം ഉണ്ട്, ഓവർ യൂസിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എഫിഷ്യൻ്റ് അലോക്കേഷനും ആ പ്രൊഡക്ഷനും ബുദ്ധിമുട്ടാണ്. കാരണം പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വിൽ എക്സീഡ് പ്രൈവറ്റ് ബെനിഫിറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് അവർ കറക്റ്റ് ഒരു അളവിലുള്ള ഒരു പബ്ലിക് ഗുഡ് നമ്മുടെ എക്കണോമിയിലേക്ക് അവൈലബിൾ ആക്കണം എന്നില്ല. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഫെയിലിയറിനുള്ള ഒരു കാരണം. ഇറ്റ്സ് റിലേറ്റഡ് ടു
public good production. Next one, market control. Another one, externalities and imperfect information or asymmetric information. ഇത്രയും കാരണങ്ങളാണ് മാർക്കറ്റ് ഫെയിലിയറിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓരോന്ന് നോക്കാം. ഇനി ഞാൻ പബ്ലിക് ഗുഡ് വീണ്ടും പറയുന്നില്ല. അപ്പോൾ മാർക്കറ്റ് കൺട്രോൾ എന്നുള്ള ഒരു പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സും സെല്ലേഴ്സിനും ഒരു സാധനത്തിൻ്റെ വിലയെ സ്വാധീനിക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ ഒരു ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറക്കുമ്പോൾ സംടൈംസ് ചില കേസസിൽ ബയേഴ്സിനായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക വിലയെ. അപ്പോൾ ചില കേസസിൽ സെല്ലേഴ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു എന്താ പറയുന്നത് ഒരു ഇക്ലിബ്രിയം രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു എക്കണോമിക്കലി ഫീസിബിൾ രീതിയിലുള്ള പ്രൊഡക്ഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതെന്താണെന്നൊന്നും കൂടി നമുക്ക് നോക്കാം. മാർക്കറ്റ് കൺട്രോൾ ഓൺ ദ സപ്ലൈ സൈഡ് അലോ സെല്ലേഴ്സ് ടു സെറ്റ് എ ഡിമാൻഡ് പ്രൈസ്. അതായത് മൊണോപ്പൊളി, ഒളിഗോപ്പൊളി ഇത്തരം സാഹചര്യങ്ങളാണെങ്കിൽ, മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക് സിംഗിൾ പ്രൊഡ്യൂസറാണ്, സിംഗിൾ സെല്ലറാണ്. അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായി ഒരു ഉയർന്ന വില സെറ്റ് ചെയ്ത് നല്ല ലാഭം പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒളിഗോപ്പൊളി ആകുമ്പോഴും നമുക്ക് അറിയാം അവിടെ ഒരു സാധനത്തിൻ്റെ ഒരേപോലത്തെ സാധനത്തിൻ്റെ കുറച്ച് സെല്ലേഴ്സ്, കുറച്ച് പ്രൊഡ്യൂസേഴ്സാണ് അവിടെ ഉള്ളത്. സോ അവർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഉയർന്ന വില സെറ്റ് ചെയ്ത് ഒരു മാർക്കറ്റ് ക്യാപ്ചറിങ് ചെയ്യാനായിട്ട് അവർക്കും സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ സപ്ലൈ സൈഡിലുള്ള ആ ഒരു വിലകളിൽ വില സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഡിമാൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ മാർക്കറ്റ് കൺട്രോൾ ഓൺ ഡിമാൻഡ് സൈഡ് അലോസ് ബയേഴ്സ് ടു സെറ്റ് എ സപ്ലൈ പ്രൈസ് ബിലോ ദ വാല്യൂ ഓഫ് ദ ഗുഡ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമുണ്ട്. ബയേഴ്സ് വില സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അവരൊരു വില കാണും. ചില ഐറ്റംസിൽ അവർക്കത് സ്വാധീനിക്കാനും കഴിയും. എങ്ങനത്തെ മാർക്കറ്റാണ്? മോണോപ്സണി, ഒരു സിംഗിൾ ബയർ ഉള്ളുവെങ്കിൽ. അതുപോലെ ഒളിഗോപ്സണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വിത്ത് എ സ്മോൾ നമ്പർ ഓഫ് ലാർജ് ബയേഴ്സ് ആണ്. അപ്പം അതായത് പ്രൊഫഷണൽ സ്പോർട്സിലൊക്കെ ഉള്ള എംപ്ലോയ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബയ്യർക്ക് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശരിക്കുള്ള പ്രൈസിനേക്കാളും താഴ്ത്തിയ വിലയായിരിക്കും ഇവർ ബാർഗെയിൻ ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിമാൻഡ് സൈഡിലും സപ്ലൈ സൈഡിലും അവിടെ ഒരു ഇക്വാലിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ability to control the market, especially the market price, prevents market from equating the demand price and supply price. അപ്പോൾ ഡിമാൻഡ് പ്രൈസും സപ്ലൈ പ്രൈസും ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവിടെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്തുണ്ടാകാം? മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവാം. ഇതാണ് ഈ മാർക്കറ്റ് കൺട്രോൾ എന്ന പോയിന്റിൻ്റെ ക്ലാരിഫിക്കേഷൻ. ഇനി അതിൽ തന്നെ എക്സ്റ്റേണാലിറ്റീസ് നോക്കാം. അപ്പോൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു എക്സ്റ്റേണാലിറ്റി എക്സിസ്റ്റ് ഇഫ് എ ബെനിഫിറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡിമാൻഡ് പ്രൈസ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സപ്ലൈ പ്രൈസ്. അതുകൊണ്ട് ഉണ്ടായൊരു ഗുണം ഡിമാൻഡ് പ്രൈസിലോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായൊരു ചിലവ് അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്നത് സപ്ലൈ പ്രൈസിലോ ആക്കിയിട്ടില്ലെങ്കിൽ അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? എക്സ്റ്റേണാലിറ്റി എന്ന് പറയാൻ പറ്റുക. നമ്മളിത് ആ മാർക്കറ്റ് ഫെയിലിയറിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് പബ്ലിക് ഗുഡ് ആണ്, രണ്ട് മാർക്കറ്റ് കൺട്രോൾ ആണ്, അതുപോലെ മൂന്നാമത്തെ കേസാണ് എന്ത്? എക്സ്റ്റേണാലിറ്റി. അപ്പോൾ എക്സ്റ്റേണാലിറ്റി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ പൊല്യൂഷൻ, ഒരു 3-4 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് വളർന്നു. പക്ഷേ അവിടെ നമുക്ക് എന്തുകൂടി സംഭവിച്ചു? അറ്റ്മോസ്ഫിയറിന്, എയറിനോ വാട്ടറിനോ ഒക്കെ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം? പൊല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലേ. ആ കോസ്റ്റ് അവിടെ മറ്റുള്ള ആളുകൾക്കാണ് വരുന്നത്. അത് കാരണം കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകുകയും ചെലവുകൾ വരികയും ചെയ്യുന്നത് വേറെ ആൾക്കാർക്കാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇമ്പോസസ് ഓൺ അതേഴ്സ് വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ്. ഈ ഐറ്റത്തിൻ്റെ പ്രൊഡക്ഷൻ നടത്തിയതിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ ഈ പറയുന്ന പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ചെലവിൻ്റെ ആ ഒരു കോസ്റ്റ് അവിടെ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലേ. പിന്നെ ഇതുപോലെ തന്നെ വരുന്നൊരു പോയിന്റ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷൻ അതൊരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് കേട്ടോ. എഡ്യൂക്കേഷൻ കുറച്ച് ഒരു സമൂഹത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. കാരണം അതിൻ്റെ ബെനിഫിറ്റ്സ് വിൽ സ്പിൽ ഓവർ ടു ദ എൻറ്റയർ കമ്മ്യൂണിറ്റി. എല്ലാവർക്കും അതിൻ്റെ ഗുണഫലങ്ങൾ അവിടെ ലഭിക്കുക തന്നെ ചെയ്യും. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഒരു സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ കൂടി അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും അങ്ങനെയല്ലേ. അപ്പോൾ ഡിമാൻഡ് പ്രൈസ് ഈ ഒരു കേസിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഫുൾ വാല്യൂ ഓഫ് ദ ഗുഡ്സ് പ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ രണ്ട് സൈഡിലും പ്രോബ്ലംസ് വരാം. ആ ഒരു കോസ്റ്റ് അവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മാർക്കറ്റ് ഫെയിലിയറിനൊരു കാരണമായിട്ട് മാറാം. എന്ത്? എക്സ്റ്റേണാലിറ്റി എന്നത്. ഓക്കെ,
ഇനി ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ലാസ്റ്റ് പോയിന്റ്. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ഏതെങ്കിലും ഒരു പാർട്ടിക്കുള്ള ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വിലയെ കുറിച്ചിട്ടുള്ള അറിവുകൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ബയസ്ഡ് ആയിരിക്കും. ഒരു വൺ പാർട്ടി നോസ് മോർ അബൌട്ട് ദ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് ഒന്നുമില്ലെങ്കിൽ ബയർക്കോ അല്ലെങ്കിൽ സെല്ലർക്കോ ആയിരിക്കും കാര്യമായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് മറ്റേ പാർട്ടിയെ എന്ത് ചെയ്യാം, നെഗറ്റീവായിട്ട് സ്വാധീനിക്കാം. ഇതാണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മളത് എന്താ പറയുക അസിമെട്രിക് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എമംഗ് ബയേഴ്സ് ഓർ സെല്ലേഴ്സ് ഓഫൺ മീൻസ് ദാറ്റ് ഡിമാൻഡ് പ്രൈസ് ഡസ് നോട്ട് റിഫ്ലെക്ട് ഓൾ ബെനിഫിറ്റ്സ് ഓഫ് എ ഗുഡ്, or the supply price does not reflect all opportunity cost of production. അപ്പോൾ ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ, അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കായിരിക്കും കാര്യമായിട്ടുള്ള അറിവ് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഡിമാൻഡ് പ്രൈസിലോ സപ്ലൈ പ്രൈസിലോ വേരിയേഷൻസ് അതുകൊണ്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജൻറ്റിനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കോ നമ്മളെപ്പറ്റി നല്ല വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം എന്നില്ല. കാരണം കൺസ്യൂമർക്കാണ് അല്ലെങ്കിൽ ആ പോളിസി എടുക്കുന്ന ആൾക്കാണ് അയാളുടെ ഹെൽത്തിനെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുണ്ടാവുള്ളൂ. അപ്പോൾ കമ്പനിക്ക് നഷ്ടങ്ങൾ വരാൻ ഭാവിയിൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് അത് വിൽക്കുന്ന ആൾക്കാണ് ആ കാറിൻ്റെ ഗുണമായാലും ദോഷമായാലും കൂടുതലായിട്ട് അറിയുന്നത്. സെല്ലർക്കാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ബയർക്ക് കാര്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് മാർക്കറ്റ് ഫെയിലിയറിന് കാരണമാകാറുണ്ട്. അപ്പോൾ നമ്മളിത് പഠിച്ചത് പബ്ലിക് ഗുഡ്സ്, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ മാർക്കറ്റ് ഫെയിലിയറിൻ്റെ കാരണങ്ങൾ, മാർക്കറ്റ് കൺട്രോൾ, പബ്ലിക് ഗുഡ്, എക്സ്റ്റേണാലിറ്റീസ്, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ, ഇതൊക്കെ മാർക്കറ്റ് ഫെയിലിയറിൻ്റെ കാരണങ്ങളുമാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മൾ ഈ ടോപ്പിക്ക് ആണ് ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. ഈ ഫീച്ചേഴ്സ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തിരിച്ചറിഞ്ഞ് ആൻസർ ചെയ്യാനായിട്ട് പഠിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവരും കോഴ്സിൽ ചേർന്ന് പഠിക്കുക. നന്നായിട്ടൊരു റിസൾട്ട് നേടാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു.